പ്രൈസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ പ്രോഗ്രാം ക്രിസ്തുവിലൂടെ നിവർത്തിക്കപ്പെട്ട പഴയ നിയമ പ്രവചനങ്ങൾ പുതിയ നിയമത്തിൽ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. ക്രിസ്തു കന്യകയിൽ ജനിക്കുമെന്ന് യെശയ്യാവ് പ്രവചനത്തിലൂടെ രേഖപ്പെടുത്തിയപ്പോൾ അത് നിവർത്തിയായതായി മത്തായി 1:22-23 വാക്യങ്ങളിൽ രേഖപ്പെടുത്തി. ദാവീദിൻ്റെ സിംഹാസനം ലഭിക്കുമെന്ന് ശൗമേലും സങ്കീർത്തന പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് നിവർത്തിയായതായി ലൂക്കോസ് 1:31-32 വാക്യങ്ങളിൽ. സിംഹാസനം നിത്യമായതെന്ന് ദാനിയേലും മീഖാ പ്രവചനത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് നിവർത്തിയായതായി ലൂക്കോസ് 1:33 വാക്യത്തിൽ. ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് യെശയ്യാവ് രേഖപ്പെടുത്തി. അത് നിവർത്തിയായതായി മത്തായി 1:23 കാണാവുന്നതാണ്. ക്രിസ്തു ബെത്ലഹേമിൽ ജനിക്കുമെന്ന് മീഖാ പ്രവചനത്തിൽ രേഖപ്പെടുത്തി. അത് നിവർത്തിയായതായി മത്തായി 2:5-6 വാക്യങ്ങൾ. ക്രിസ്തുവിന് ഒരു മുന്നോടി ഉണ്ടാകുമെന്ന് യെശയ്യാവും മലാഖി പ്രവചനത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് നിവർത്തിയായതായി ലൂക്കോസ് 1:76-78 വരെയുള്ള വാക്യങ്ങൾ. വിദ്വാൻമാർ കാഴ്ചകളുമായി വന്നു കുമ്പിടുമെന്ന് സങ്കീർത്തന പുസ്തകത്തിലും യെശയ്യാവിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് നിവർത്തിയായതായി മത്തായി 2:17-18 വാക്യങ്ങൾ. കുറച്ചുനാൾ മിസ്രയീമിൽ ക്രിസ്തു പാർക്കുമെന്ന് സംഖ്യാപുസ്തകത്തിലും ഹോശേയ പുസ്തകത്തിലും നിവർത്തിയായതായി മത്തായി 2:15 വാക്യം. ജനനസ്ഥലത്ത് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമെന്ന് യിരെമ്യാവ് രേഖപ്പെടുത്തി. അത് നിവർത്തിയായി മത്തായി 2:17-18 വാക്യങ്ങളിൽ. നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് യെശയ്യാവ് തൻ്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തി. അത് നിവർത്തിയായി എന്ന് മത്തായി 2:23 വാക്യത്തിൽ കാണാവുന്നതാണ്. ദൈവാലയത്തെക്കുറിച്ചുള്ള എരിവ് ഉണ്ടായിരിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് നിവർത്തിയായതായി യോഹന്നാൻ 2:16-17 വാക്യങ്ങൾ കാണാവുന്നതാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരിക്കും എന്ന് യെശയ്യാവ് 11 രേഖപ്പെടുത്തി. ലൂക്കോസ് 4:18-19 വാക്യങ്ങൾ നിവർത്തിവചനം കാണാം. അനേകരെ സൗഖ്യമാക്കുമെന്ന് യെശയ്യാവ് 53 രേഖപ്പെടുത്തിയപ്പോൾ അത് നിവർത്തിയായി എന്ന് മത്തായി 8:16-17 വാക്യങ്ങൾ കാണാവുന്നതാണ്. ജാതികളോട് ദയോടുകൂടി സംസാരിക്കുന്ന യെശയ്യാവ് പ്രവചനത്തിൽ രേഖപ്പെടുത്തി. അത് നിവർത്തിയായി എന്ന് മത്തായി 12:17-21 വരെയുള്ള വാക്യം. ഉപമകളിലൂടെ സംസാരിക്കുമെന്ന് യെശയ്യാവ് രേഖപ്പെടുത്തിയപ്പോൾ നിവർത്തിയായെന്ന് മത്തായി 8:16-17 വാക്യങ്ങൾ. സ്വന്തക്കാരാൽ കൈവിടപ്പെടുമെന്ന് യെശയ്യാവ് പ്രവചിച്ചപ്പോൾ അത് നിവർത്തിയായെന്ന് യോഹന്നാൻ 1:11, 7:5 എന്നീ വാക്യങ്ങളിൽ. കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് വരുമെന്ന് സെഖര്യാവ് രേഖപ്പെടുത്തിയപ്പോൾ മത്തായി 21:4-5 അത് നിവർത്തിയായതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിശുക്കൾ ക്രിസ്തുവിനെ സ്തുതിക്കും സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് നിവർത്തിയായെന്ന് മത്തായി 21:16. ക്രിസ്തു തള്ളിക്കളഞ്ഞ മൂലക്കല്ലായിരിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് നിവർത്തിയായതായി മത്തായി 21:42. ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ വിശ്വസിക്കുകയില്ലെന്ന് യെശയ്യാവ് രേഖപ്പെടുത്തിയപ്പോൾ അത് നിവർത്തിയായെന്ന് യോഹന്നാൻ 12:37-38 വാക്യങ്ങളിൽ. 30 വെള്ളിക്കാശിന് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുമെന്ന് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി 26:14-16 വരെയുള്ള വാക്യങ്ങൾ നിവർത്തിയായതായി കാണിക്കുന്നു. വ്യസനപാത്രമായി തീരുമെന്ന് യെശയ്യാവ് രേഖപ്പെടുത്തിയപ്പോൾ നിവർത്തിയായെന്ന് മത്തായി 26:37 വാക്യത്തിൽ. ശിഷ്യന്മാരാൽ കൈവിടപ്പെടുമെന്ന് സെഖര്യാവ് പ്രവചിച്ചപ്പോൾ മത്തായി 26:35-36 വാക്യങ്ങൾ നിവർത്തിയായതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പീഡിപ്പിക്കുന്നവർക്ക് മുഖവും പുറവും കാണിച്ചു കൊടുക്കും എന്ന് യിരെമ്യാവ് പ്രവചിച്ചു. നിവർത്തിയായതായി മത്തായി 27:26-27 വാക്യങ്ങൾ. 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടുമെന്ന് യെശയ്യാവ് പ്രവചിച്ചു. നിവർത്തിയായതായി മത്തായി 27:38 കാണാവുന്നതാണ്. ചൊറുക്ക കുടിക്കാൻ കൊടുക്കുമെന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തി. അത് നിവർത്തിയായതായി മത്തായി 27:34-38 വാക്യങ്ങളിൽ. കൈകാലുകൾ തുളയ്ക്കും എന്ന് സങ്കീർത്തനക്കാരനും സെഖര്യാവും രേഖപ്പെടുത്തി. മാർക്കോസ് 15:25 നിവർത്തിയായതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്കിക്കായി ചീട്ടിടുമെന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തി. അത് ലൂക്കോസ് 23:14 യോഹന്നാൻ 19:23 രേഖപ്പെടുത്തിയിരിക്കുന്നു. ശത്രുക്കൾ വളയുമെന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയപ്പോൾ അത് നിവർത്തിയായതായി മത്തായി 27:39-44 വാക്യങ്ങളിൽ കാണാവുന്നതാണ്.
അവന് ദാഹിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ 25-ാം സങ്കീർത്തനം രേഖപ്പെടുത്തിയപ്പോൾ നിവൃത്തിയായതായി യോഹന്നാൻ 19:28 രേഖപ്പെടുത്തി. ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തി. ലൂക്കോസ് 23:6 അത് നിവൃത്തിയായതായി കാണാവുന്നതാണ്. കുന്തം കൊണ്ട് കുത്തുമെന്ന് സെക്കരിയാവ് 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് നിവൃത്തിയായതായി യോഹന്നാൻ 19:37 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾക്കായുള്ള ചോദ്യം, ഉത്തരം കമൻറ്റ്സ് ബോക്സിൽ രേഖപ്പെടുത്താം. അവൻ്റെ എല്ലുകളൊന്നും ഒടിക്കുകയില്ല. റഫറൻസ് എഴുതുക. സമ്പന്നന്മാരോടുകൂടെ അടക്കപ്പെടും. ദ്രവത്വം കാണുകയില്ല. മരണത്തിൽ നിന്നും ഉയർക്കും. സ്വർഗ്ഗാരോഹണം ചെയ്യും. ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. സ്വർഗ്ഗത്തിൽ മധ്യസ്ഥത വഹിക്കുന്നു.